Assalamu alaikum. Hi all. Welcome back to Maimun's kitchen. ഹായ് ഹലോ. അപ്പം ഇന്ന് ഞാനൊരു ചെറിയ പാർട്ടി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. പാർട്ടി വ്ളോഗ് എന്ന് പറയുമ്പം ബ്രദറിൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം ബുധനാഴ്ച ഉച്ചക്ക് വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അത് രാത്രിയിലേക്ക് വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പം പിന്നെ അത് രാത്രിയിലേക്ക് അങ്ങ് മാറ്റി. അങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ അതുപോലെ ഡിന്നറുമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം സമയം 6:30 ആയി. ബർത്ത്ഡേ കുട്ടി നന്നായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഓള് കുറച്ച് അവിടെ നന്നായിട്ടൊന്നും ഉറങ്ങട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പണികളൊന്നും നടക്കില്ല. അവളെ കാര്യത്തിലേക്ക് അങ്ങ് പോവുമല്ലോ. ഈ സമയം ബ്രദർ രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. രാവിലെ പോയാൽ തലച്ചോറ്, കരൾ അങ്ങനെയൊക്കെയുള്ളതൊക്കെ കിട്ടും. അപ്പം നാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഒറോട്ടിയും തലച്ചോറ് കിട്ടുമെങ്കിൽ തലച്ചോറ് മസാല പോലെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ പോയെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. ചിക്കനൊക്കെ ഇവിടെ മാർക്കറ്റിൽ ഏത് സമയവും കിട്ടും. ബീഫ് ഒരു ഉച്ചവരെയൊക്കെ കിട്ടുള്ളൂ. തലച്ചോറ്, കരളൊക്കെ കിട്ടണമെങ്കിൽ എന്തായാലും രാവിലെ അത് തലേന്ന് പറഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ രാവിലെ തന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുഴുങ്ങലരി ഒറോട്ടിക്ക് വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയെ അരി തിളച്ച വെള്ളത്തിലിട്ടങ്ങ് കുതിർത്ത് വെച്ചതാണ്. രാവിലെ നാസ്തക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചായക്ക് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങി പൊരിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് വേവാനായിട്ട് കുറച്ച് ഉപ്പിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഈ സമയത്തേക്കും മാർക്കറ്റിൽ നിന്ന് ആൾ വന്നു. ചിക്കനും ബീഫും തലച്ചോറും ഒക്കെ ആയിട്ടാണ് വന്നത്. അതൊക്കെ ഇനി എടുത്ത് ക്ലീൻ ചെയ്യണം. ആദ്യം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നാസ്തയൊക്കെ ആയതിന് ശേഷം ക്ലീൻ ചെയ്യാം. രാത്രിയല്ലേ പരിപാടി, അപ്പോൾ അതിനനുസരിച്ചിട്ടാക്കിയാൽ മതിയല്ലോ. അപ്പം ആദ്യം കട്ടൻ ചായക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചായ എടുക്കും. പിന്നെ അതിലേക്ക് കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് നല്ല കടുപ്പത്തിലങ്ങ് പാൽ ചായ ആക്കിയെടുക്കും. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെയുള്ള പണി എന്ന് പറഞ്ഞാൽ ബീഫും ചിക്കനും ഒക്കെ കൊണ്ടുവന്നത് നന്നായിട്ടൊന്നങ്ങ് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ തലച്ചോറ് ക്ലീൻ ചെയ്യുന്നത്, ഒരു മസാല ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വേറെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെയെല്ലാം ഇപ്പോൾ അടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ വേറെ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ളതും വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് വേറെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അരിപ്പ 3 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ അങ്ങ് ഊറിപ്പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഓരോന്നും വെള്ളം നന്നായിട്ട് വാർന്നിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പേ നാസ്തക്ക് വേണ്ടിയിട്ടുള്ള ഒറോട്ടിയും തലച്ചോറ് മസാലയും ആണ് റെഡിയാക്കുന്നത്. ഒറോട്ടിയും ചുട്ടെടുത്തിട്ടുണ്ട്, തലച്ചോറ് മസാലയും ഉണ്ടാക്കി കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ ലിങ്കൊക്കെ വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അപ്പോൾ നാസ്തയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ചോറും ഉണ്ടാക്കണം. അതുപോലെ തന്നെ രാത്രിക്കത്തത് ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിപ്പം ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ അവിടെ വേവുന്ന സമയത്തേക്കും ഞാനിപ്പം വിചാരിച്ചു ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന്. മാംഗോ ഉണ്ട്, അപ്പം പിന്നെ എന്തായാലും മാംഗോ പുഡിംഗ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല മധുരമുള്ള മാങ്ങയാണിത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കി ആദ്യം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ മാംഗോ പുഡിംഗ് ഞാനിപ്പം 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മാംഗോ പുഡിംഗ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ സെറ്റാക്കി എടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ 2 മാങ്ങ ഞാനിപ്പം നന്നായിട്ട് പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടെ അങ്ങ് നന്നായിട്ട് അടിച്ചെടുക്കാം. മാങ്ങ ഓൾറെഡി നല്ല സ്വീറ്റാണ്. എന്നാലും നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത് തണുത്തതിന് ശേഷമല്ലേ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ആ സ്വീറ്റ് ഒന്നും പോരാണ്ടാവും. അപ്പോൾ അതിനായിട്ട് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ട് ഒന്നുകൂടെ അങ്ങ് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചിട്ട് അവിടെ വെക്കാം. ആദ്യം ഞാനിപ്പം മിൽക്ക് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് പഞ്ചസാര അലിയുന്നത് വരെ അങ്ങ് ഇളക്കി കൊടുക്കാം. അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് അടി പിടിക്കും. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് ചൂടാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. ഞാനിപ്പം 2ഉം ചേർത്തിട്ടുണ്ട് പകുതിയായിട്ട്. പിന്നെ ഒന്നുകൂടെ ഒന്ന് റിച്ച് ആവാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സാക്കി എടുക്കാം. പാലൊന്ന് തിളച്ച് വന്നാൽ നമുക്കിത് അടുപ്പിൽ നിന്നങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇപ്പം പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൈന ഗ്രാസാണ് ഞാനിപ്പോൾ ഇത് സെറ്റാവാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം ചൈന ഗ്രാസ് കുറച്ച് സമയം ഞാൻ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക്
ഒന്നങ്ങ് ചൂടാക്കി മെൽറ്റാക്കി എടുക്കണം. നന്നായിട്ട് ഈ ചൈന ഗ്രാസ് ഉരുക്കിയെടുക്കണം. വെള്ളം പോലെ തന്നെ ആയി വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ഒരേ ചൂടാവുമ്പം മിക്സ് ആക്കാം. അതായത് പാലിൻ്റെ മിക്സും ഈ ചൈന ഗ്രാസും രണ്ടും ഒരേ ടെമ്പറേച്ചറിലാണ് ഇത് രണ്ടും മിക്സ് ആക്കേണ്ടത്. അങ്ങനെ ഞാനിപ്പം രണ്ടും ഒരേ ചൂടിൽ തന്നെ അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് അരിച്ചിട്ടൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് സെറ്റായി വരണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മാംഗോ പുഡിംഗ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെക്കാവൂ. അപ്പോൾ അതുവരെ അവിടെ നിൽക്കട്ടെ. ഈ സമയം നമ്മൾ ഉച്ചക്കേക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള കറി റെഡിയാക്കുകയാണ്. കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കല്ലുമ്മക്കായ കൊണ്ട് ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് പൊരിക്കാനും. കല്ലുമ്മക്കായ ചാറ് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെയൊക്കെ കല്ലുമ്മക്കായ ചാറ് കല്യാണത്തിൻ്റെ തലേന്ന് മൈലാഞ്ചിൻ്റെ അന്ന് ഉച്ചക്കത്തെ ചോറിനുണ്ടാക്കുന്ന കറിയാണ്. ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ കല്ലുമ്മക്കായ ചാറ്. കല്ലുമ്മക്കായ ചാറും ചോറുമാണ് മൈലാഞ്ചിൻ്റെ ഉച്ചക്കുണ്ടാവുക. അപ്പം അതെല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കല്ലുമ്മക്കായ ഇതേപോലെ തോടിൽ നിന്നങ്ങ് അടർത്തിയെടുക്കാം. കല്ലുമ്മക്കായ അതിൻ്റെ ആ ഓരോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഓരെന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ വെള്ളമാണ്. അപ്പോൾ ഒരുപാട് അഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമാണ് നല്ലത്. ഇനി അഥവാ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ടെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കല്ലുമ്മക്കായ ഇറന്നെടുക്കുന്ന സമയത്തേക്ക് ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ നല്ല മഷി മഷി പോലെ അരച്ച് കിട്ടണം. എന്നാലാണ് ഈ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നന്നായിട്ട് ഇപ്പം തേങ്ങ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം ഒന്ന് മൊയ്പ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒന്ന് കൊഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിടിയോളം ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 കുഞ്ഞുള്ളിയും അതുപോലെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്നങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചാറുണ്ടാക്കാം. അതിനായിട്ട് ഇപ്പോൾ കല്ലുമ്മക്കായ ഇറന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ കുറച്ച് വെള്ളവും കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 1-1.5 ഗ്ലാസോളം വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് കൂട്ടിയിട്ട് ഈ ഒരു കറി ഉണ്ടാക്കുമ്പം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ചാറുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കടുകും ഇട്ടൊന്നങ്ങ് പൊട്ടിച്ചെടുക്കാം. ഉലുവ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതങ്ങ് ഇട്ട് കൊടുക്കാം. അതേപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു 5-6 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഇറന്നപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം സാവധാനം ഒഴിച്ചു കൊടുക്കണം, മുഴുവനായും ഒഴിക്കണ്ട. കാരണം ഇതിലെ അടിയിൽ എന്തായാലും ഊറി വരും. അപ്പോൾ ആ ഊറി വരുന്ന ഭാഗമൊന്നും എടുക്കണ്ട, ജസ്റ്റ് വെള്ളം മാത്രം എടുത്താൽ മതി. എന്നിട്ട് ആ കല്ലുമ്മക്കായും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകണ്ട, പ്രത്യേകിച്ചും കല്ലുമ്മക്കായിൽ കുറച്ച് ഉപ്പ് എന്തായാലും ഉണ്ടാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇത് വെള്ളം തിളച്ചിട്ട് അതുപോലെ തന്നെ കല്ലുമ്മക്കായ ഒന്നങ്ങ് വെന്ത് കിട്ടണം. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യാവൂ, തേങ്ങ അരപ്പിട്ട് കൊടുക്കാവൂ. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ ഈ ചാറെന്ന് പറയുന്നത് മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. അപ്പം മുളക് പൊടിയൊന്നും ചേർക്കൂല. പച്ചമുളകിൻ്റെ അളവ് എത്രയാണോ നമുക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് അങ്ങ് കൂട്ടി കൊടുക്കണം. ഞാനിപ്പം തേങ്ങ അരച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഇനി എല്ലാം ഒന്നുകൂടെ നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാൻ. ആ ഒരു പുളിപ്പും കൂടെ വരുമ്പോഴാണ് ഈ ഒരു ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ചാറ് നല്ല ഫ്ലേവർ ഉണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കല്ലുമ്മക്കായ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള മീൻ ചാറായാലും അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടുള്ള താളിപ്പ് ഉണ്ടാവുമല്ലോ, താളിച്ചതുണ്ടാക്കുമല്ലോ, അങ്ങനെ ആയാലും നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പം അതിലേക്ക് കുറച്ച് ഇതേപോലെ ചോറിട്ട് കൊടുക്കും. അങ്ങനെയാകുമ്പം കറി നല്ല എന്താ പറയുക, പിരിഞ്ഞു പോവാത്ത പോലെ നല്ല കറിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ കല്ലുമ്മക്കായ ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രാത്രിക്കേക്ക് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബീഫ് കറി ഞാൻ വേറെ തന്നെ ബീഫ് വേവിച്ചിട്ട് പിന്നെ ഒരു ഗ്രേവി ഉണ്ടാക്കിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയ കുക്കറിലേക്ക് ബീഫ് കഴുകി കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചേർത്തിട്ടല്ല ഞാൻ ബീഫ് വേവിക്കുന്നത്. വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു ഗ്ലാസ്സോളം വെള്ളവും ചേർത്തിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയം ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ അങ്ങ് ചെയ്തു പോകുന്നുണ്ട്. ചെറുപയർ കടുകിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കല്ലുമ്മക്കായ പൊരിച്ചെടുക്കാനായി വെച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായ ഞാൻ കുറച്ച് കറിയാക്കി ബാക്കിയുള്ളത് പൊരിച്ചെടുക്കാനായി വെച്ചതാണ്. വേവിച്ചെടുത്ത കല്ലുമ്മക്കായ ഇപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ഉണ്ടാവും. കല്ലുമ്മക്കായ ഒന്നുകിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇറന്നെടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് പൊരിച്ചെടുക്കാം.
ഇതിപ്പം ഞാൻ തോടോട് കൂടി വേവിച്ചെടുത്തിട്ട് പിന്നെ അത് ഇറന്നെടുത്തിട്ടാണ് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് മിക്സാക്കി അങ്ങനെ പൊരിച്ചെടുക്കുന്നത്. അപ്പം രണ്ടും നല്ല ടേസ്റ്റാണ്. ചോറിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചോറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ചെമ്മീൻ മുളകിട്ടതാണിത്. അങ്ങനെ ചോറിൻ്റെതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ചോറ് കഴിച്ചതിന് ശേഷമാണ് അടുക്കളയിലേക്ക് ഇറങ്ങിയത്. അപ്പം ചോറിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലമ്മക്കായ ചാറ്, കല്ലമ്മക്കായ പൊരിച്ചത്, കാബേജ് തോരൻ, ചെറുപയർ കടുകിട്ടത്, അങ്ങനെയൊക്കെ ആയിട്ട് ചോറ് കഴിഞ്ഞു. ചോറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം ചെയ്തത് പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പം ചൂടാറിയിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതിയിലാണല്ലോ ഇപ്പോൾ പുഡിംഗ് ഉള്ളത്. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയിലേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ മാങ്ങ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം. ചില മാങ്ങയിൽ എന്താ പറയുക, ഫൈബർ, ഈ നാരുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്ത ഈ മാങ്ങയിൽ അത്ര വലിയ നാരുകളൊന്നും ഇല്ല. അതുകൊണ്ട് അരിക്കണം എന്നത്ര നിർബന്ധമില്ല. എന്നാലും ഞാനൊന്നങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ പൾപ്പൊന്ന് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഫ്രഷ് ക്രീം ഞാൻ 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ മാങ്ങ ഇങ്ങനെ ചൂടാക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഷുഗർ നമ്മൾ മാങ്ങ അടിക്കുമ്പോൾ ഓൾറെഡി ചേർത്തതാണല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 കപ്പോളം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മാംഗോൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലും കൂടെ ചൈന ഗ്രാസ് അങ്ങ് മെൽറ്റാക്കി ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിപ്പം സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ആണ്. ഇത് മെൽറ്റ് ആവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വെള്ളം പോലെ ആയാൽ ഒരേ ചൂട് വരുമ്പം നമുക്ക് എന്ത് ചെയ്യാം, മാംഗോൻ്റെ മിക്സിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചൈന ഗ്രാസ് ഞാൻ നേരത്തെ ഒരു 10 ഗ്രാം എടുത്തിട്ടാണ് മിൽക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇത് വേറൊരു 10 ഗ്രാമാണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇങ്ങനെ മെൽറ്റാക്കി എടുക്കുന്നത്. ഇങ്ങനെ അല്ലാതെ 2 മിക്സിനും കൂടിയിട്ട് ഒരുമിച്ച് ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കി വരുന്ന ചൈന ഗ്രാസ് കുറച്ച് ചൂടുവെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ബൗൾ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പം കട്ട പിടിക്കാതെ ആ ലൂസിൽ തന്നെ അങ്ങ് നിന്നോളും. ഞാനിപ്പം റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ മിക്സിലേക്ക് ചൈന ഗ്രാസ് അരിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് മാത്രമായിട്ട് നമുക്കൊരു ലെയറായിട്ട് അങ്ങനെ ഒരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു 2 ലെയറായിട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. അപ്പം ഞാനിപ്പം നേരത്തെ സെറ്റാവാനായി വെച്ച മിൽക്ക് മിക്സ് കുറച്ച് നേരം തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് മുകളിലായിട്ട് ഈ മാംഗോൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം മാംഗോൻ്റെ മിക്സ് ഒഴിക്കുമ്പം ഇതേപോലെ ജസ്റ്റ് ഒരു സ്പൂണ് വെച്ചിട്ടൊന്നങ്ങ് അതിൻ്റെ മുകളിലൂടെ ഒഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. കാരണം അടിയിലുള്ളത് അത്ര സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിലോട്ടങ്ങ് പോയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ച് ഒഴിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് സെറ്റായ അടിയിലോട്ട് പോവുകയില്ല. അപ്പം ഞാനിപ്പോൾ അങ്ങനെ 2 ബൗളിലാക്കിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നിങ്ങനെ പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിക്കോളും. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റാകാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ മാങ്ങയുടെ മിക്സ് നല്ലോണം ചൂടാറിയ ശേഷം മാത്രമേ ആ മിൽക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ. ചൂടോട് കൂടിയിട്ട് ഒഴിക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ രാത്രിക്കേക്കുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. എന്നാൽ ഇതൊക്കെ വെന്ത് വന്നിട്ട് ഒരു മഗ്രിബ് അടുക്കുമ്പോഴേ ഇതിനുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുവരെ ഇതിവിടെ നന്നായിട്ട് കിടന്നങ്ങ് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ വെന്ത് വരുന്ന സമയം ഞാനിപ്പം ബീഫിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലക്കൂട്ടൊക്കെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്കുള്ള ബീഫിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം വലിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 4-5 വറ്റൽ മുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക എടുക്കാം. വറ്റൽ മുളകിൽ ഞാനിപ്പോൾ ഒരു 2-3 കാശ്മീരി റെഡ് ചില്ലി കൂടി ചേർത്തിട്ടുണ്ട്. കാരണം അതിന് ആ ഒരു കളർ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട്. സാധാ മുളക് ഒരു 2-3 കാശ്മീരി റെഡ് ചില്ലിയുമാണ് ചേർത്തത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ അടുത്ത് ഇപ്പം ഹോൾ മല്ലി ഇല്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയും ചേർത്തിട്ട് വറുത്തെടുത്താൽ മതി. ഞാനിപ്പം മല്ലി ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ വറുത്തെടുത്തതിന് ശേഷം മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിലങ്ങ് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുക്കുമ്പോൾ തന്നെ ആ ഒരു നല്ല സ്മെല്ലുണ്ട്. അപ്പം എല്ലാം നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ജീരകം ചെറുതായി കളറൊക്കെ മാറി വരുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് ചൂടാറിയാൽ നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ട് അങ്ങ് പൊടിച്ചെടുക്കാം. ഇതൊക്കെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറുത്തിട്ട് മല്ലിപ്പൊടിയും കൂടെ ഇട്ടങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവും നമ്മുടെ ബീഫ് കറി. അപ്പം ഇതിവിടെ ചൂടാറി വരട്ടെ. ഈ സമയത്തേക്കും പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മൈദ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മൈദ ഞാനിപ്പം ഈ ഒരു ഗ്രൈൻഡറിലാണ് കുഴച്ചെടുക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഗ്രൈൻഡറിൽ പൊടി എങ്ങനെയാണ് കുഴക്കുന്നതെന്ന്. അതിൻ്റെ ആ ഒരു തണ്ടൊക്കെ പൊടി കുഴക്കുന്ന ആ ഒരു സാധനമൊക്കെ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പൊറോട്ടയ്ക്ക് എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ അങ്ങ് കുഴച്ചെടുക്കാം. പൊറോട്ട ഒരു 2-3 മെത്തേഡ്സ് ഞാൻ ഇതിന് മുമ്പ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പല വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം പറഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ പൊടി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പൊറോട്ട ഉരുട്ടിയെടുക്കാം. ഇനി ഞാനിപ്പം ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് കറിയുടെയും പുഡിങ്ങിൻ്റെയും റെസിപ്പി ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു വലിയ ഉരുളിയാണ് എടുത്തത്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പം ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഞാനിപ്പം കുറച്ച് പൊടികളിട്ടൊന്നങ്ങ് മൂപ്പിച്ചെടുക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് ഈ പൊടികൾ നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വരണം. കരിഞ്ഞു പോകരുത്. അതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മൾ പൊടികൾ വറുത്തെടുക്കാൻ. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്തിട്ട് പൊടിച്ചതാണ്, എന്നാലും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫ് കറി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ വീഡിയോസും എടുത്തിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ക്ലിപ്സ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയോ മിസ്സായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഓണാക്കാതെയാണോ ഞാൻ ചെയ്തതെന്ന് അറിയില്ല. അപ്പം ഈ ഒരു ബീഫ് കറിയുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കാണിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. പൊറോട്ടക്കും വാട്ടിപ്പത്തലിനും നെയ്ച്ചോറിനും തന്നെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ബീഫ് കറി. അപ്പം ഇത് ഞാൻ വേറെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ഇടിയപ്പവും വാട്ടിപ്പത്തലുമാണ് ഉണ്ടാക്കിയത്. അപ്പം രണ്ടിനും ഒരേ മാവ് തന്നെയാണ് എടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും നല്ല വാട്ടിപ്പത്തലുമാണ് കിട്ടിയത്. ഇടിയപ്പത്തിൻ്റെയും വാട്ടിപ്പത്തലിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ഉള്ളതുകൊണ്ട് ഞാൻ അതും ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ ചിക്കൻ സ്റ്റൂ ഞാൻ ഇതിന് മുമ്പ് റമദാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണിത്. അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി, അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ്. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഇതിൽ. തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഞാൻ ഇതിന് മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതേ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്തിട്ടിടുന്നേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ്ങാണിത്. ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യാം. ഞാനിപ്പം കുറച്ച് സ്ലൈസ് ചെയ്ത മാംഗോ, അതുപോലെ ചെറീസ്, കുറച്ച് ഫ്രഷ് ക്രീം, ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ആമിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. ബലൂണൊക്കെ കണ്ടിട്ട് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് പേടിയൊക്കെ ആയിരുന്നു ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചപ്പോൾ ഒക്കെ. അങ്ങനെ മഗ്‌രിബൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വന്ന ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കലും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയി അങ്ങനെ സമയം പോയി. പിന്നെ ഒരു 9 മണിയാകുമ്പോഴേക്കും ഡിന്നർ ഇട്ടു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഹാപ്പിയായി.